ആ കുര്യച്ചൻ ചേട്ടൻ എന്തൊക്കെയുണ്ട്? ആ മനു വർഗീസ് അല്ലേ? ആ അറിയാം, നന്നായിട്ട് അറിയാം. നമ്മുടെ സ്വന്തം പയ്യനാ. അല്ല ഇതിപ്പോൾ ആർക്ക് കല്യാണാലോചന? ആർക്കാ, സോനമോൾക്കാണോ? ഓ കുര്യച്ചൻ ചേട്ടനോടായതുകൊണ്ട് നോണ പറയാൻ പറ്റില്ലല്ലോ. തല്ലിപ്പുള്ളിയാ, വെറും തല്ലിപ്പുള്ളി ചക്കൻ. അതെ, നമുക്ക് പറ്റാത്ത കേസായിട്ടോ. അതെ, എന്നാ പിന്നെ അത് വേണ്ടാന്ന് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഇത്തിരി പണിയില്ല. ശരി എന്നാ, ഓക്കെ ഓക്കെ. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ ദുഷ്ടത്തരം ചെയ്യുന്നേ? ആ പയ്യൻ എത്ര നാളായിട്ട് കല്യാണം ആലോചിക്കുന്നതാ. ചുമ്മാ ഓരോന്നും പറഞ്ഞ് കല്യാണം മുടക്കാൻ നടക്കുക. പോയേടി, കുര്യച്ചൻ ചേട്ടൻ്റെ അല്ലേ പൂത്ത കാശ. സോനയാണെങ്കിൽ ഒറ്റ മോളും. ഈ കല്യാണം അങ്ങനെ നടന്നാണ്ടല്ല അവൻ കോടീശ്വരൻ. അങ്ങനെ എൻ്റെ റെഫറൻസിൽ അവൻ വലിയ കോടീശ്വരനാവണ്ട, മനസ്സിലായേ? അവനൊന്ന് രക്ഷപ്പെട്ട പിന്നെ നിങ്ങൾക്ക് അടിമപ്പണി ചെയ്യിപ്പിക്കാൻ പറ്റില്ല, അതല്ലേ കാര്യം? അതെ, അത് തന്നെ. പിന്നെ നമ്മൾ റൂം റെൻറ്റിന് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഫേസ്ബുക്കിൽ? അതിലൊരു അരുൺ ബാബു മെസ്സേജ് ചെയ്തിട്ടുണ്ട്, വന്ന് കണ്ടോട്ടെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മനു ഫ്രണ്ട് ലിസ്റ്റിലുണ്ട്, അവനെ ഒന്ന് വിളിച്ച് ചോദിച്ചേരേ. ഇപ്പം വിളിച്ചേക്കാം അവനെ. മനു മോനെ എവിടെയാടാ? പറഞ്ഞിട്ട് ഇവിടെ വീട്ടിലുണ്ട്. അതെ, നാട്ടിൽ കുര്യൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചു. അവർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മ്യൂച്വൽ ഫണ്ടായിട്ട് ചേട്ടനെ കാര്യം സംസാരിച്ചു അമ്മ പറഞ്ഞു. അതെ, പിന്നെ ഞാൻ ഇല്ലാത്ത കാര്യം കൈന്നിട്ട് അങ്ങോട്ട് കാച്ചിട്ടുണ്ട്. അടിപൊളി ചെക്കനാണ്, കിടുവാണ്, ഒന്നും നോക്കണ്ട, കണ്ണും കൂട്ടി കിട്ടിച്ചോന്നും പറഞ്ഞു. ചെലവുണ്ട് കേട്ടാ. ചെലവൊക്കെ നമ്മൾ സെറ്റ് ആക്കില്ലേട്ടാ, അതൊക്കെ പറയണ്ടോ? നീ ഒരു അരുൺ ബാബു എന്ന് പറഞ്ഞിട്ട് ഒരാളറിയോ? മ്യൂച്വൽ ഫണ്ട് കണ്ടായിരുന്നു. അരുൺ ബാബു എനിക്കങ്ങനെ വലിയ പരിചയമില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ഒറ്റ തവണ മീറ്റ് ചെയ്തിട്ടുള്ളൂ. അതെ, ഞാനേ റൂം റെൻറ്റിന് കൊടുക്കാൻ നോക്കണ്ടേ, അപ്പോൾ ചെക്കൻ റെൻ്റൊക്കെ തരുന്ന ഒരാളാന്ന് പറയാനായിട്ടാ. നല്ല ചെക്കനായിട്ട് തോന്നിയേ. ഇവിടെ ചെറുപ്പത്തിലേ വന്നാ, ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാണ്. റെൻ്റൊന്നും തരാണ്ടിരിക്കില്ല, വെൽ സെറ്റിൽഡ് ആണ്. അതെ, എന്നാ പിന്നെ നമുക്കൊന്നുമില്ല. ഓക്കെ എന്നാ ശരി. എടിയേ, ചെക്കൻ്റെ അല്ലേ പൂത്ത കാശാന്ന് തോന്നണേ. നീ അവനോടുണ്ടല്ലോ ഫുഡും ഇവിടെ തന്നെ കഴിച്ചാൽ മതി എന്ന് പറയാറ്. നമ്മളിവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്, ഇവിടെ തന്നെ കഴിച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് പിഴിക്കണം. ഞാൻ കുറേ ഉണ്ടാക്കാം അവനെ വെച്ച്. നിങ്ങളുടെ യാർത്തി നിങ്ങൾ എന്തെങ്കിലും കുഴി ചെന്ന് ചാടിക്കും, നോക്കിക്കോ. അരുൺ ബാബു. ഹായ് ചേട്ടാ, ഫേസ്ബുക്കിൽ റൂം റെന്റ് എൻക്വയറി ചെയ്തിരുന്നു. പ്ലീസ് കം ഇൻ, ദിസ് ഈസ് ഫോർ യു ചേട്ടാ. Thank you. This is my wife Maria. നമസ്കാരം ചേച്ചി. And this is our beautiful house. Very beautiful house. ഞാൻ കോഫി എടുക്കാം, നിങ്ങൾ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു. Yeah, that's a good idea. Come on, man. Hey, man. After me ചേട്ടാ. So this is the house. Wow, wonderful house. Yeah, all the amenities are very close by. Yes, thank you. I hope you like it everywhere here. Yes. The room is amazing and you guys are so sweet. Yes, we are indeed. Well, by the way, we provide homely meals here for just for $500. Oh, okay. It is cheap. Oh, wow. Yes. Pattumingal, can I move in tomorrow, Cheta? Oh no! You can move now, today itself, man. Oh, really? Cheta, can I transfer you the 2 weeks rent? Oh, അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. But money, you have a message now. Oh, account number. I will send it to you. Billy. എന്നപ്പോ ശരിയുടെ എന്നാ കാണാം. Okay, Cheta. See you soon. ഇവനെ ഒട്ടിക്കാൻ കുറെ പൈസ ഉണ്ടാകും, നീ നോക്കിക്കോ. Cheta, Chechi, I'm so tired from packing whole night. ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. Good night.
ചേടാ നല്ല ആ ചുറ്റിക്ക് എവിടെ പോയി? ഞാൻ ഇവിടെ വെച്ചായിരുന്നുള്ളൂ, കാണുന്നില്ലല്ലോ. അത് നിങ്ങൾ ആ ചെക്കൻ്റെ റൂമിലെ ഷെൽഫിലല്ലേ വെച്ചായിരുന്നേ? I forgot. നിങ്ങൾ ഇപ്പം ഇതെങ്ങോട്ട് പോവുക? ആ ചെക്കൻ അവിടെ കിടന്ന് ഉറങ്ങുകയല്ലേ, പിന്നെ പോവാ. എനിക്കൊരു കാര്യം ചെയ്ത് അപ്പം തന്നെ ചെയ്യുന്നു, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? വെച്ചോണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കണ്ണനുണ്ണി കണ്ണാ അരുണേ. മോനെ അരുണ ഉറക്കൊക്കെ മാറിയോടാ. എൻ്റെ ഒരു ചിറ്റി ഇതിനകത്തിരിക്കുന്നുണ്ട്, ഒന്ന് എടുക്കണ്ട കേട്ടാ മോനെ. I told you I wanted to sleep. How dare you disturb me, shit? ഈ ചെക്കൻ എന്താ ഭ്രാന്താണോ? ആ മനുവിനൊന്ന് വിളിച്ച് ചോദിച്ചേ. ഹലോ ഷീജേട്ടാ, എന്തൊക്കെയുണ്ട്? ഹലോ. ആ ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. എൻ്റെയും ഒരു ഹാപ്പിനെസ് ഉണ്ട്. എൻ്റെയും സോനയുടെയും കല്യാണം ഉറപ്പിച്ചു. ഞാനും സോനയും ചെറിയ റിലേഷൻഷിപ്പിലായിരുന്നേ. അവൾ എന്നെ തന്നെ കെട്ടുള്ളൂ വീട്ടിൽ വാശി പിടിച്ചപ്പോൾ കുരിയച്ചനപ്പച്ചൻ സമ്മതിച്ചു. പിന്നെ ചേട്ടൻ റെഫ്സ് കൂടി ആയപ്പോൾ അടിപൊളി. അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച്. നിന്റെ ഫ്രണ്ട് അരുൺ ബാബു ഉണ്ടല്ലോ. അയ്യോ ചേട്ടാ, ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയി. അരുൺ ബാബു ഒരു സൈക്കോയാണ്. ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്ത് അവനൊരു സ്ഥലത്തല്ല തല്ലി പൊളിച്ചു. അതുകൊണ്ട് ചേട്ടാ റൂമും റെന്റിനൊന്നും കൊടുക്കാൻ നിൽക്കണ്ട, കേസേ വിട്ടേക്ക്. അപ്പോൾ അന്ന് ശരി ചേട്ടാ, കല്യാണത്തിന് ചെറിയ തിരക്കുണ്ട്. അപ്പോൾ ശരി എന്നാ, ഓക്കെ ബൈ.